നിനക്ക് ഈ ശീലങ്ങളൊന്നും പതിവില്ലല്ലോടാ. പിന്നെ എന്താ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഉറങ്ങുന്നില്ലേ? ഒന്നുമില്ല, വെറുതെ. നിക്ക്. നിന്റെ കള്ളൊക്കെ ഇറങ്ങിയോ? സത്യമേ, ഞാനൊന്ന് സമാധാനായിട്ടിരുന്നോട്ടെ. ഡാഡാ, നിനക്ക് ഇന്ന് മുതലാടാ ഞങ്ങളൊക്കെ മനസ്സമാധാനക്കേടായി മാറിയത്. കള്ളു കുടിച്ച് ബോധമില്ലാതെ വന്നിട്ട് എന്തൊക്കെ അനാവശ്യങ്ങളാ നീ വിളിച്ചു പറഞ്ഞെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? സ്നേഹിക്കുന്നവരെയൊക്കെ വെറുപ്പിക്കാൻ നീ ഇന്ന് മുതലാടാ പഠിച്ചത്. നീക്ക്. ഡാ, നിന്റെ ഇപ്പോഴത്തെ ഈ പോക്ക് മോശമായതുകൊണ്ട് പറയാ. ഒരാളെയും വകവെക്കാതെയുള്ള നിന്റെ ഈ പോക്കുണ്ടല്ലോ, ഇതെങ്ങോട്ടാടാ? ഡാ, മനസ്സിലാക്കുക. അവനവൻ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണല്ലോ, അത് തന്നെയാണല്ലോ എല്ലാവരുടെ ഉദ്ദേശവും. എടാ, എനിക്കെന്നെ നന്നായിട്ടറിയാം. ഞാൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ തോറ്റു തരാൻ എനിക്ക് മനസ്സില്ല. എടാ, എന്നെ തോൽപ്പിക്കാൻ 4 വയസ്സും ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അനാഥനാണല്ലോ, ഒരാളും ചോദിക്കാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാരും ഇപ്പൊ 2 തരത്തിൽ എന്നോട് പെരുമാറുന്നേ. അത് പിന്നെ അങ്ങനെയാണല്ലോ, സ്വന്തം ചോരോടായിരിക്കുമല്ലോ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവുന്നേ. എന്നെ സംരക്ഷിക്കാൻ ഏറ്റെടുത്തപ്പോ തന്നെ സത്യാമ്മയ്ക്ക് എന്നെ കൊന്നു കളയാൻ പാടില്ലായിരുന്നോ? രോഹിത്, എന്തുവാണ് നീ പറയുന്നത്? നിന്റെ സംസാരം അതിന് കിടക്കുന്നുണ്ട്. മോനെ, എന്താണ് നിനക്ക് പറ്റിയത്? എടാ, നീ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇന്നേ വരെ ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങള് നീ ഇപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഇതെല്ലാം നാടകമാ. ഈ കാണിക്കുന്ന സ്നേഹവും സംസാരവും പ്രവൃത്തിയും ഒക്കെ എല്ലാം ഏതോ കടപ്പാടിന്റെ പേരിൽ സത്യമ്മ ചെയ്തൊപ്പിക്കുന്നതാ. എങ്ങോ കൊടുത്ത വാക്കിൽ നിങ്ങൾ ചെയ്തൊപ്പിച്ചു വെക്കുന്ന കപട നാടകം. വിലയില്ലത്തവനെ പോലെ എനിക്ക് ജീവിക്കേണ്ടി വന്നത് നിങ്ങളൊക്കെ കാരണമാ. ഇന്ന് ഞാൻ ഏതവസ്ഥയിലെത്തിയോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ വീട്ടിലുള്ളവർക്ക് തന്നെയാ. അല്ലെങ്കിലും എനിക്കറിയാം, ജീവിതത്തിൽ സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. പുണ്യം. എനിക്കാ പുണ്യമില്ല. അതുകൊണ്ട് തന്നെയാ ഈശ്വരൻ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ അനാഥനായിട്ട് ജീവിക്കണമെന്ന്. എന്തൊക്കെ? ജീവിച്ചോളാം, അനാഥനായിട്ട് തന്നെ ഞാൻ ജീവിച്ചോളാം. പക്ഷേ സ്വന്തം എന്ന് കരുതുന്നവരൊക്കെ ഒരൊറ്റ നിമിഷത്തിൽ അന്യരായി പോകുന്ന അവസ്ഥയുണ്ടല്ലോ, അതൊരിക്കലും ആർക്കും സംഭവിക്കരുത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്റെ മനസ്സിൽ ഞാൻ അറിയാത്ത എന്തൊക്കെയുണ്ടല്ലോ. എന്താ നിന്റെ പ്രശ്നം? എടാ മോനെ, മക്കള് തെറ്റ് കാണിക്കുമ്പോ ഏതൊരമ്മയാടാ വഴക്ക് പറയാതിരിക്കുന്നത്, ശിക്ഷിക്കാതിരിക്കുന്നത്? അത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാടാ. വേണ്ട, ഒരാളുടെ സ്നേഹം എനിക്ക് വേണ്ട. എല്ലാം കാപട്യവാ, അഭിനയവാ. മുന്നിൽ നിന്ന് ചിരിച്ചു കാണിക്കുന്നവരിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളെ കൊല്ലാക്കൊല്ല ചെയ്യിക്കാൻ പോകുന്ന ചതി. വേണ്ട, ഒരാളെ എനിക്ക് കാണണ്ട. വെറുപ്പാ. ഉള്ളിൽ സൂചി കുത്തി ഇറക്കുന്ന വേദനയോടാ ഞാൻ ഈ പറയുന്നത്. എനിക്കിനി ആരും വേണ്ട. സ്വന്തം ബന്ധം ഒന്നും എനിക്കിനി ഇല്ല. എനിക്കിനി ഞാനായിട്ട് ജീവിക്കണം. അതിന് ഒരാളും എന്റെ മുമ്പിൽ വിലങ്ങുതടിയായിട്ട് ഇനി വരരുത്. ഞാൻ ചതി പറ്റിയവനാ. ഇനി ഒരു ചതി പറ്റാതിരിക്കാൻ ഞാൻ ഇനി ഏത് വിധേനയും പൊരുതും. ഒരുപക്ഷെ ഞാനായിട്ടായിരിക്കില്ലെന്ന് മാത്രം.
അനു, ഞാൻ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കേ. 759457. വിളിച്ചിട്ട് എന്താ പറയണ്ടേ മാഡം? അനുവിന്റെ നമ്പര് വിഷ്ണുട്ടന്റെ കയ്യിലില്ലെങ്കിൽ വിഷ്ണുട്ട ഫോൺ എടുക്കും. ആ, വിളിക്കേ. ആദ്യം എടുക്കുമോ നോക്കട്ടെ. ഹലോ, ആരാ? ആ, എടുത്തു. സംസാരിക്കേ. സ്പീക്കറിലിടാം. ഞാൻ അനുപല്ലവി, കളക്ടർ മാഡത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാ. എന്താ കാര്യം? മാഡം കുറെ നേരമായി ട്രൈ ചെയ്യുന്നു. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. പക്ഷെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്.